20 വർഷമാണ് ആ രാജകുമാരനു വേണ്ടി കുടുംബം കാത്തിരുന്നത്. ഒരു ഉറക്കത്തിലെന്ന പോലെ അൽ വലീദ് ബിൻ ഖാലിദ് തലാൽ ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരുമെന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ നീണ്ട 20 വർഷത്തെ പ്രാർത്ഥനകളുടെയും പ്രത്യാശയുടെയും കാത്തിരിപ്പ് ബാക്കിയാക്കിക്കൊണ്ട് അൽ വലീദ് ബിൻ ഖാലിദ് തലാൽ മരണത്തിന് കീഴടങ്ങി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ അൽ സൗദിന്റെ മകനാണ് അൽ വലീദ് ബിൻ ഖാലിദ്. 16-ാം വയസ്സിൽ UK-യിലെ സൈനിക കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അൽ വലീദ് അപകടത്തിൽപ്പെടുന്നത്. 2005-ൽ നടന്ന വാഹനാപകടത്തിൽ വാലിദിന്റെ തലച്ചോറിന് ക്ഷതമേൽക്കുകയും കോമയിലാവുകയും ചെയ്തു. ഒരിക്കലും ആ അവസ്ഥയിൽ നിന്നും ഖാലിദ് തിരികെ വരില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ലൈഫ് സപ്പോർട്ടിലാണ് ജീവൻ നിലനിർത്തിയിട്ടുള്ളതെന്നും ഇത് മാറ്റിയാൽ മരണം സംഭവിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ തന്റെ മകനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അന്ന് ഖാലിദിന്റെ പിതാവും മാതാവും തയ്യാറായിരുന്നില്ല. മകൻ എന്നെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് കുടുംബം പ്രത്യാശിച്ചു. 16-ാം വയസ്സിൽ കോമയിലായ മകന് 36-ാം വയസ്സിൽ അയാൾ മരണപ്പെടുന്നതുവരെ പ്രത്യാശ കൈവിടാതെ കുടുംബം ചികിത്സ തുടർന്നു. 2005-ൽ ഖാലിദിന്റെ അപകടത്തിന് ശേഷം പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും 20 വർഷങ്ങളിലൂടെയായിരുന്നു കുടുംബം കടന്നുപോയത്. അൽ സൗദും ഭാര്യ റീമ ബിൻ തലാലും ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും ഖാലിദിനെ പരിചരിച്ച് കൂടെ നിന്നു. അവൻ ഇനി ഒരിക്കലും തിരികെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും അചഞ്ചലമായ ഒരു പ്രതീക്ഷ ആ കുടുംബം കാത്തു സൂക്ഷിച്ചിരുന്നു. ലൈഫ് സപ്പോർട്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ചോ മറ്റേത് വിധേനയും തന്റെ മകന്റെ ജീവൻ നിലനിർത്താനും ചികിത്സ തുടരാനും കുടുംബം ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. 2019-ൽ വിരലുകൾ ചെറുതായി അനക്കാൻ കഴിഞ്ഞതും തല ചെറുതായി അനക്കിയതും വലിയ പ്രതീക്ഷയ്ക്ക് കാരണമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുണ്ടായ ഏറ്റവും അവസാനത്തെ പ്രതികരണമായിരുന്നു അത്. 20 വർഷത്തിനിടെ നിരവധി തവണയാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഖാലിദിന്റെ ജീവിതം വാർത്തയാക്കിയിട്ടുള്ളത്. അന്നത്തെ അപകടത്തിൽ മകന്റെ ജീവൻ നഷ്ടപ്പെടാത്തത് ദൈവനിശ്ചയമാണ് എന്നായിരുന്നു. അന്ന് മകന്റെ ജീവിതം ഇങ്ങനെ തുടരണോ, അവനെ മരിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചവർക്ക് അൽ സൗദ് നൽകിയ മറുപടി. ജീവൻ തിരിച്ചെടുക്കാതിരുന്ന ദൈവം ജീവിതം തിരികെ കൊടുക്കുമെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഖാലിദിന്റെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനായി ലോകം കാത്തിരിക്കാൻ തുടങ്ങി. എന്നാൽ ഖാലിദിന്റെ കാര്യത്തിൽ മെഡിക്കൽ മിറാക്കിൾ സംഭവിച്ചില്ല. പണം കൊണ്ട് നേടാനാവാത്തത് എന്തൊക്കെയോ ലോകത്തുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത്തരം ചില സംഭവങ്ങളിലൂടെയാണ്.